ഹലോ ഫ്രണ്ട്സ്, പ്രിയ മീറ്റ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്വീറ്റ് പൈനാപ്പിൾ അച്ചാറാണ്. അപ്പോൾ ഇത് ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അച്ചാറാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെ എടുക്കാൻ നോക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ കിട്ടുന്നുള്ളൂ. പിന്നെ നമുക്കൊരു 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് പൈനാപ്പിൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കനം കുറച്ച് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അധികം വലിപ്പത്തിൽ അരിയണ്ട, ഈ ഒരു രീതിയിൽ നിങ്ങൾ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഈ പൈനാപ്പിൾ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കേട് കൂടാതിരിക്കുകയും ചെയ്യും, വളരെ കാലം കേട് കൂടാതിരിക്കും. അപ്പോൾ നന്നായിട്ട് ചൂടായ നല്ലെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചി നമുക്ക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കതിൽ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറും നോർമൽ സാദാ മുളക് പൊടിയും കൂടെ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ വളരെ നാൾ കേടുകൂടാതിരിക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് മുളക് പൊടിയൊക്കെ മൂപ്പിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഓണത്തിന് അച്ചാറുകളൊക്കെ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു സ്വീറ്റ് പൈനാപ്പിൾ അച്ചാറും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ പൈനാപ്പിൾ കുറച്ച് സമയം ഒന്നൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതാ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അച്ചാർ ബിരിയാണിയിലേക്കും ചോറിലേക്കൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഓണത്തിന് നമുക്ക് കറി നാരങ്ങ അച്ചാറും പുളിഞ്ചിയൊക്കെ പ്രധാനമല്ലോ. അപ്പോൾ ഞാൻ പുളിഞ്ചിയുടെ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ട് അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ ഇതാ നമുക്ക് കോൽപ്പുളിയാണ് പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളത്. അതൊരു ചെറിയ ബൗൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൽപ്പുളിയുടെ പുളിയും മധുരവും എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ്. പിന്നെ ശർക്കരയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കത് നന്നായി ഇളക്കിയതിന് ശേഷം ഉലുവാപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കായം പൊടിച്ചത് അതിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പാകത്തിനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്ത് വെച്ച് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള സ്വീറ്റ് പൈനാപ്പിൾ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നമുക്ക് വിനാഗിരി ചേർക്കാത്തത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണമെങ്കിൽ കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.